ഈ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക. കൂട്ടുകാരെ, നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാട്ടോ. മധ്യപ്രദേശിൽ നർമ്മദാ നദിയിലേക്ക് 11,000 ലിറ്റർ പാലാണ് ഒഴുക്കി കളയുന്നത്. ഇത്ര കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാല്ലേ? വിശന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പുണ്യം കിട്ടും. ദൈവത്തിന് കൊടുത്താൽ എന്ത് തേങ്ങയാണ് കിട്ടാ? ചേട്ടാ, നദിയും മലിനമാക്കാണ്. എല്ലാ ത്യാദികളും അല്ലേ? ഇതൊക്കെ എന്ന് മാറാനാ? അദ്ദേഹത്തിന്റെ രോഷവും അവഹേളനവുമൊക്കെ 18,000 ലിറ്റർ പാല് നർമ്മദാ നദിയിൽ ഒഴുക്കിക്കളയുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൂടെ എന്നുള്ളതാണ്. എന്ത് പുണ്യം കിട്ടുമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഈ 5 നേരം നിസ്കരിക്കുമ്പോൾ, പിന്നെ നിങ്ങൾ ചക്കാത്ത് കൊടുക്കുമ്പോൾ, പിന്നെ നോമ്പ് പിടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പുണ്യമില്ലേ? ഹേ മനുഷ്യ, അതേ പുണ്യമാണ് ഹിന്ദുക്കൾക്കും ഇതിലൂടെ കിട്ടുന്നത്. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ മതമാണ്. അത് ഇവിടുത്തെ സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ കൂടി ഭക്ഷണം കഴിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഹിന്ദുയിസത്തിനുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ വീടുകളുടെ മുൻപിൽ ഈ അരിപ്പടി കോലങ്ങൾ എഴുതുമായിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ ഭക്തിയോടുകൂടി മാത്രമല്ല, ഉറുമ്പുകൾക്ക്, അതുപോലെ ഭൂമിയിൽ എഴഞ്ഞു നടക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്തു വന്നിരുന്നത്. അതുപോലെ മരണം കഴിഞ്ഞ വീടുകളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതുപോലെ മറ്റ് ജീവികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, പാമ്പിന് വരെ പാൽ കൊടുക്കുന്നു നമ്മൾ. കാരണം ഇതെല്ലാം നമ്മളോടൊപ്പമുള്ള നമ്മുടെ സഹജീവികളാണ്. അത് മനസ്സിലാക്കാൻ തനിക്ക് ഈ ജന്മം കഴിയത്തില്ല. പിന്നെ പാല് നർമ്മദാ നദിയിലല്ലേ ഒഴുക്കുന്നത്, അല്ലാതെ ഭൂമിയിൽ ഒഴുക്കിക്കളയല്ലോ. നർമ്മദാ നദിയിൽ നിന്ന് പിടിക്കുന്ന ലക്ഷോപലക്ഷം മീനുകളെ കൊന്ന് കറി വെച്ചും വറുത്തും തിന്നുകല്ലേ. എന്തെങ്കിലും അവർക്കും കൊടുക്കട്ടെ. ഈ മീനുകൾക്ക് ഈ പാലവിടെ ഒഴുകി നടക്കുമ്പോൾ അവർക്ക് ഭക്ഷണമാകും. ഈ ഇത്രയും പാല് ലക്ഷോപലക്ഷം മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി മാറും എന്നുള്ള സാമാന്യ ബോധം പോലും തനിക്കില്ലാതെ പോയല്ലോടോ. ഏതായാലും ഈ ജന്മത്ത് തനിക്കിതൊന്നും മനസ്സിലാവത്തില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ളൊരു ജന്മം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.